അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിൽ ബർക്കത്ത് ചെയ്യട്ടെ. നമുക്കെല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് കാര്യങ്ങളിലായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായിരിക്കുന്ന പ്രതിഫലം നൽകുമാറാവട്ടെ. അൽ ഹിക്കായത്തുൽ ലൂല അൻ അബിൽ ഫൈദ് ദിന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു. മഹാനവർകളെ തൊട്ട് ഒന്നാമത്തെ ഹിക്കായത്ത് ഉദ്ധരിക്കുകയാണ്. അതാണ് വിഷയം. ഖാല, മഹാൻ പറയുന്നു, വസഫലി റജുലുൻ മിനസ് സാദാത്തി ബിൽ യമനി. യമനിൽ രാജ്യത്ത് താമസിക്കുന്ന സാദാത്ത് കുടുംബത്തിൽപ്പെട്ട ഒരു മഹാൻ എന്നോട് പറഞ്ഞു, അത് ബറസ അൽ ഖായിഫീന, നിശ്ചയം ആ മഹാൻ ഭയപ്പെടുന്ന ആളുമേൽ വെളിപ്പെട്ടിട്ടുണ്ട്. വസമാ അൽ മുജ്തഹിദീന, അതുപോലെ അധ്വാനിക്കുന്ന ആളേക്കാൾ മേലെയായിട്ടുണ്ട്. എങ്ങനെ? സീമായും ബൈനന്നാസി, പല അടയാളങ്ങളെ കൊണ്ടും നോക്കുമ്പോൾ ഉന്നതനാണ് മൂപ്പർ. അങ്ങനെയുള്ള ഒരാളാണ്. ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ മഅറൂഫൻ, മഹാൻ അറിയപ്പെട്ടവരാണ്. വബിൽ ലുബ്ബി വൽ ഹിക്മത്തി വത്തവാദുഇ വൽ ഖുശൂഇ, ബുദ്ധി, ഹിക്മത്ത്, വിനയം, ഭക്തി എന്നിത്യാദി കാര്യങ്ങളെ കൊണ്ടൊക്കെ വിശേഷണമുള്ളവരുമാണ്. അങ്ങനെയുള്ളൊരു മഹാനാണ് ഈ മഹാൻ എന്നോട് പറഞ്ഞു. ഖാല, മഹാൻ പറയാണ്, ആര്? അബുൽ ഫൈദ് ദിന്നൂനിയോട് പറയാണ്, ഖറജ്തു, ഞാൻ പുറത്തുപോയി, ഹജ്ജ് ചെയ്യുന്നവരെ പുറപ്പെട്ടു, ഇല ബൈത്തുല്ലാഹിൽ ഹറാം, ബൈത്തുൽ ഹറാം, അള്ളാഹുവിന്റെ കഅബത്തിലേക്ക്. അങ്ങനെ പോലമ്മ ഖളയത്തുൽ ഹജ്ജ, ഞാൻ ഹജ്ജൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഹജ്ജൊക്കെ കഴിഞ്ഞപ്പോ ഖസത്തു സിയാറത്തു, അങ്ങനെ ആ മഹാനെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ ഞാൻ കരുതി. എന്തിന്? ഈ അസ്മാമിൻ കലാമിഹി, മൂപ്പരെ കലാമിൽ നിന്ന് കേൾക്കാൻ, അന്തഫി അബി മൗഇദതിഹി, അദ്ദേഹത്തിന്റെ ഉപദേശത്തോട് ഉപകാരം എടുക്കാൻ. ഞാനും ഉനാസും കുറെ ജനങ്ങളും, കാനുമായി, എന്റെ കൂടെയുള്ള ആളുകളും ഞാനും, യത്തുലുബൂന, അവർക്ക് തേടിക്കൊണ്ടിരിക്കുന്നു, മാ അത്തുലുബൂ, ഞാൻ തേടുന്ന കോലും തേടുന്നുണ്ട്. അതെന്തിനാലാണ്? മിനൽ ബർക്കത്തി, ബർക്കത്തിനാൽ. അപ്പൊ അങ്ങനെയുള്ളൊരു മഹാനാണ്. ആ മഹാൻ എന്നോട് പറയാണിപ്പത്. അങ്ങനെ ഹജ്ജിന് പോയപ്പോ ഇങ്ങനെ ഒരാളെ കാണാൻ വേണ്ടി പോയി. അപ്പൊ എന്തിനു പറയണ? കാനമായന ഷാബുൻ, അപ്പൊ ഞങ്ങളെ കൂട്ടത്തിൽ യുവാവുണ്ടായിരുന്നു. അലഹി, അദ്ദേഹത്തിന്റെ മേലുണ്ട് സീമൽ സ്വാലിഹീന, നല്ല സജ്ജനങ്ങളായ ആൾക്കാർ അടയാളൊക്കെ ഉണ്ട്. മള്ളൽ ഖായിഫീന, പേടിക്കുന്ന ആള്, അള്ളാഹിനെ കുറിച്ചുള്ള ഭയം, ആ ഭയമുള്ള ആൾക്കാരെ പേടിക്കപ്പെടുന്ന ഒരു സംഗതിയുണ്ട്, നോക്കപ്പെടുന്ന അങ്ങനത്തെ ഒരു അടയാളൊക്കെ ആള്, പേടിന്റെ അടയാളൊക്കെ ഉണ്ട്. വക്കാന മുസ്ഫറൽ വജ്ഹി, മൂപ്പര മുഖാകെ മഞ്ഞയാണ്. മിൻ വഴി സഖമിൻ, രോഗമൊന്നുമില്ല. അഅ്മശ, മൂപ്പര് അഅ്മസൽ ഐനൈനി, കണ്ണിന് രോഗമുള്ള ആളാണ്. മിൻ വഴി റമദിന്റെ ചെങ്കണ്ണൊന്നുമില്ല, ചെങ്കണ്ണൊന്നും ഇല്ലാത്ത രൂപത്തിൽ കണ്ണ് രോഗമുണ്ട്. രോഗി അല്ലാത്ത രൂപത്തിലാണ് മൂപ്പര മുഖമാകം മഞ്ഞ കളറ്. യുഹിബ്ബുൽ ഖൽവത, മൂപ്പര് ഒറ്റപ്പെട്ട് ആരുമില്ലാതെ ഒഴിഞ്ഞ സ്ഥലം ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. വയഇനിസു ബിൽ വഹിദ, ഒറ്റക്കായിരിക്കുക എന്നതുകൊണ്ടാണ് മൂപ്പർക്ക് നേരം പോക്കാണത്. അങ്ങനെ തറാഹു അന്നു ഖരീബു, കണ്ടാല്, നീ അദ്ദേഹത്തെ കണ്ടാൽ എന്താ പറയാ അറിയോ? അപ്പോ ഈ ആള് പറഞ്ഞു കൊടുക്കുകയാണ് ഇയാളുടെ അനുഭവം. എന്നിട്ട് അബുൽ ഫൈദിനോട് പറയാണ്, താങ്കളെങ്ങാനും ആ മനുഷ്യനെ കണ്ടാല് അന്നഹു ഖരീബു അഹദിൻ ബി മുസീബത്തിൻ, എന്തോ ഒരു മുസീബത്ത് ഇപ്പൊ അടുത്ത് കിട്ടിയ ഒരാളാവും ഇപ്പൊ തോന്നിപ്പോവും. ആ നിലക്ക് ആകെ കെട്ടി കോലം കെട്ടി നോക്കണം. അങ്ങനെ നഅ്ദുലുഹു, ഹജ്ജിന് പോയപ്പോ കൂടേണ്ട ആൾക്കാരല്ലോ പറയണത്. ഞങ്ങളെല്ലാവരും മൂപ്പരെ കുറ്റപ്പെടുത്തി. എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? അല അയ്യർഫഖ ബിനഫ്സിഹി, മൂപ്പരെ ശരീരം കൊണ്ടൊന്ന് മായം ചെയ്യണം, അതിനു വേണ്ടിയാണ് ഞങ്ങൾ കുറ്റം. എന്താ ഇപ്പൊ നിങ്ങളെ കോലം, നിങ്ങളെ മേത്തൊക്കെ എന്താ ഈ കാണുന്നത്, എന്ത് വേഷം അതൊക്കെ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോ അയാളുടെ ശരീരത്തെ മയപ്പെടുത്തുമല്ലോ, അതിനുവേണ്ടി കുറ്റപ്പെടുത്തിയതാണ്. പക്ഷെ ഫലാ യുജീബു ഖൗലന, ഞങ്ങളെ വാക്കിനൊന്നും മൂപ്പര് വിലക്കുള്ള മറുപടി തരുന്നില്ല.
അതലന, മൂപ്പര് ഞങ്ങളോട് തെറ്റി. മൂപ്പര് എന്താണല്ലോ ഞങ്ങളോട് മിണ്ടൊന്നുമില്ല, മൂപ്പര് ഞങ്ങളോട് വർത്തമാനം പറയുന്നില്ല. പല എഴുതാതു, കൂടുതൽ ആളൊന്നുമില്ല. ഇല്ലാ മുജാഹത്തം വജിത്തിഹാദൻ, സ്വന്തം ശരീരത്തിനോട് മല്ലടിക്കുക, ഇബാത്തിൽ പരിശ്രമം, ഇതല്ലാതെ മറ്റൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരാളെ കുറിച്ച് മഹാനവറുകൾക്ക് ഈ പറഞ്ഞ അബുൽ ഫൈദ് എന്നവർക്ക് ഒരാൾ പറഞ്ഞു കൊടുത്ത ആ കഥയാണ് ഇവിടെ പറഞ്ഞത്. ലിസാനു ഹാലിഹി യഖൂലു, എന്നാൽ മഹാന്റെ അവസ്ഥ കണ്ടാലേ, മൂപ്പര് പാടിയതല്ല, മൂപ്പര് അവസ്ഥയാവുന്ന നാവുണ്ടല്ലോ, ആ നാവ് പറയുന്നതാ, അയ്യുഹൽ ആദിലൂന ബിൽ ഹുബ്ബി മുഹിലൻ ഹാശലി അൻ ഹവാഹു അൻ തസല്ലി കൈഫ അസ്ലു വഖദ് തസായദ വജ്ദി وتبدلت بعد عزي ذلا قيل ذبلا وقلت ذبلا عظامي واستلحدي وحبكم ليس يبلا حبكم قد شربته من فؤادي في قديم الزمان منذ كنت طفلا. ഇതാണ് അവസ്ഥ. അയ്യുഹൽ ആദിലുന ബിൽ മുഹിബ്ബി മുഹിലൻ, സാവധാനത്തിൽ ഇഷ്ടം വെക്കുന്ന വിഷയത്തിൽ കുറ്റപ്പെടുത്തുന്നവരെ, ആശാലി എനിക്കായിട്ട് ഒഴിഞ്ഞു കിടക്കുന്നതാണ്, അൻ ഹവാഹു അവന്റെ ആ ഒരു ഇച്ഛയെ എനിക്കുള്ളത് എന്താണ്, അൻ അതസല്ലിയ ഞാൻ സമാധാനിക്കല്ലാതെ മറ്റൊരു വഴി എനിക്കില്ല. അങ്ങനെ ആക്ഷേപിക്കുന്നതിൽ ആക്ഷേപിച്ചോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കൈഫ അസുരു ഞാൻ എങ്ങനെ മറക്കാൻ, അകദ്ദസായദ വജ്ദി ഞാൻ ഇഷ്ടം വെച്ചതിന്റെ അനുഭവം കൂടിക്കൂടി വരികയാണ്. തബദ്ദൽതു ബഅദ ഇസ്സി ഞാൻ നല്ല യോഗ്യനായിരുന്നു, ആ യോഗ്യതയൊക്കെ വിട്ട് ഇപ്പൊ ദുല്ല ഞാൻ നിസ്സാരത നിന്യത പകരമാക്കിയിരിക്കുകയാണ്. അതാണ് എന്റെ അവസ്ഥ. തീല പറയപ്പെട്ടിരുന്ന തബില നീ നശിക്കുന്നല്ലേ പറഞ്ഞത്, അങ്ങനെ നശിക്കുന്നു പറഞ്ഞപ്പോ മക്കൂട്ട് ഞാൻ കൊടുത്ത മറുപടി തബില ഉള്ളത് ഞാൻ നശിക്കല്ല, എന്റെ എല്ല് നശിച്ചുകൊണ്ടിരിക്കും. വസ്തലഹദി എന്റെ ഖബറിന്റെ നടുവിൽ വെച്ച് എല്ലാം അങ്ങനെ പോകും. വഹബ്ബുക്കും നിങ്ങളുള്ള പ്രേമം ലൈസ യബില അതൊരിക്കലും ഉണ്ടാവില്ല, നശിച്ചു പോവില്ല, നിങ്ങളെ പ്രേമം അവിടെ ഉണ്ടാവും. ഹബ്ബുക്കും ഖദ് ശരിബതു മിൻ ഫുആദി നിങ്ങളുള്ള പ്രേമം എന്റെ ഹൃദയത്തിൽ ഞാൻ കുടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഖദീമി സമാനി പണ്ട് തന്നെ ഞാൻ കുട്ടിയായ കാലത്ത് ഇതെന്റെ അവസ്ഥ എന്നാണ് മൂപ്പരെ സംബന്ധിച്ചിടത്തോളം. മൂപ്പര് പാടിയതല്ല എങ്കിലും മൂപ്പര് ആ അവസ്ഥ നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്ന രീതി ഇങ്ങനെയാണ്. ഇതായിരുന്നു മഹാൻ. കാല വീണ്ടും അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആര്? അയാള് സാധാരണപ്പെട്ട മഹാന്. വലം യസാബു ഈ ജുംലത്തിന് അങ്ങനെ ഞങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ യുവാവ് ആയി ഹത്ത ഇന്ദഹ മഅന ഇല യമൻ അദ്ദേഹം ഞങ്ങളെ കൂടെ യമൻ രാജ്യത്ത് കറ്റബോധന കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അല്ല ഞങ്ങൾ ചോദിച്ചു അൻ മൻസിലി ഷെയ്ഖി ആ ഷെയ്ഖിന്റെ വീട് എവിടെ, അദ്ദേഹത്തിന്റെ വീട് എവിടെ എന്നൊക്കെ ഞങ്ങൾ ചോദിച്ചു. ആ മഹാനെ കണ്ടത് പോണ വഴിക്ക് കണ്ടതല്ലേ, അതെവിടെ ചോദിച്ചു. ഫഅർശദന ഇലൈഹി അങ്ങനെ ഞങ്ങൾ ചോദിച്ചപ്പോ ഞങ്ങളെ ചേർത്തി തന്നു ആ യുവാവ് ഇലൈഹി ആ ഷെയ്ഖിന്റെ വീട്ടിലേക്ക്. അങ്ങനെ തറക്കിനൽ ബാബ ഞങ്ങളെ കവാടം ചെന്ന് മുട്ടിയപ്പോ ഖറജ ഇലൈന ഞങ്ങളെ കൊള്ളെ ആ ഷെയ്ഖ് മുൻപോട്ട് വന്നു. ഫകഅന്നമാ യുഖ്ബിറു അൻ അഹ്ലിൽ ഖുബൂർ മുഫരെ കണ്ടാല് കബറാളികളുടെ അവസ്ഥ എന്താ, ആ കബറാളികൾ തൊട്ട് വർത്തമാനം പറയുന്ന പോലെയുണ്ട്. ആ നിലക്കാവുമ്പോൾ ഞങ്ങൾക്ക് വന്നത്. അങ്ങനെ ഫജലസ്നായിലേഹി ഞങ്ങൾ അദ്ദേഹത്തെ കൊള്ള എന്താ ഈ യുവാവ് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഞങ്ങൾ ആ മഹാന്റെ അടുത്ത് പോയി ഇരുന്നു. ബിസ്സലാമി അങ്ങനെ ഞങ്ങളെ കൂട്ടത്തിലുണ്ടെന്ന ഈ യുവാവ് അദ്ദേഹത്തിനോട് സലാം പറഞ്ഞു തുടങ്ങി. പിന്നെ ഒൽ കലാമി സംസാരം കൊണ്ടും തുടങ്ങി. ഫസാഫഹു അങ്ങനെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് മുസാഫ ചെയ്തു. അബ്ദാലഹുൽ ബിശ്റ വത്തർഹീബ മിൻ ദൂനിന ഞങ്ങളെ കൂടാതെ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളെ കൂടാതെ ആ യുവാവ് സ്വാഗതവും സന്തോഷവും അദ്ദേഹത്തിന് അരുളി. ആർക്ക്? ആ ഷെയ്ഖിന്. അങ്ങനെ വസല്ലംന കുല്ലുന അലിഹി ഞങ്ങളെല്ലാവരും പിന്നെ ആ ഷെയ്ഖിനോട് സലാം പറഞ്ഞു. അങ്ങനെയൊക്കെ സുമ്മ തഖദ്ദമ ഇലൈഹി ഷാബു പിന്നെ ആ യുവാവ് ആ ഷെയ്ഖിന്റെ അടുത്തേക്ക് മുന്നോട്ട് ചെന്ന് പറഞ്ഞു,
എന്നിട്ട് വക്കാല ആ യുവാവ് പറയാണ്, യാ സയ്യിദി, എന്റെ നേതാവേ, ഇന്നല്ലാഹ, നിശ്ചയപാടും അല്ലാഹു തആല ഖദ് ജഅലക വ അംസാലക, നിങ്ങളെയും നിങ്ങളെ പോലെയുള്ള ആളുകളെയും അല്ലാഹ് ആക്കിയിട്ടുണ്ട്. എന്താക്കിയിട്ടുണ്ട്? അതിബ്ബ അലി അസ്ഹാമിൽ ഖുലൂബി, ഹൃദയങ്ങൾക്ക് രോഗമുണ്ട്. നല്ല ചിന്തിക്കുന്നില്ലല്ലോ, ദുന്യവ്യാ ചിന്തയല്ലേ, അത് രോഗങ്ങളാണ്, അള്ളാഹുവിലേക്ക് അടുക്കുന്നില്ല. അപ്പൊ അള്ളാഹുവിലേക്ക് അടുക്കേണ്ട ഹൃദയങ്ങളെ രോഗമാക്കിയിട്ടുണ്ട്. അത്തരം രോഗങ്ങൾക്ക് ആത്മീയ രോഗത്തെ അഥവാ ആത്മീയ ചികിത്സ നടത്തം. ഇത്തരം ഹൃദയ രോഗങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരായി അള്ളാഹ് നിങ്ങളെയും നിങ്ങളെ പോലെയുള്ളവരും അള്ളാഹു തആല വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആലിജീന ലി ഔജാഇ ദുനൂബി, തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിന്റെ പാപങ്ങൾ, ആ പാപമാകുന്ന വേദനകൾ, ആ വേദനകളെ ചികിത്സിക്കുന്നവരുമാക്കിയിട്ടുണ്ട് നിങ്ങളെയും നിങ്ങളെ പോലെയുള്ളവരെയും. എന്താ പറഞ്ഞത്? ആത്മപരമായിട്ട് ചികിത്സ നടത്താനും ചെയ്ത തെറ്റുകളുള്ള വേദന ഉണ്ട്, ആ വേദന നീക്കാനൊക്കെ പറ്റുന്ന ഡോക്ടർമാർ നിങ്ങളാണ്. ആത്മപരമായിട്ടും വിവരപരമായിട്ടും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എന്നർത്ഥം. വബി ജുർഹുൻ, എന്നിട്ട് ആ യുവാവ് പറയാണ്, വബി ജുർഹുൻ, എന്നിന് മുറിയുണ്ട്. കത് നഹല, ആ മുറിയാകെ പുണ്ണായി കിടക്കുകയാണ്. അവന് വദാവുൻ, രോഗം, കതിസ്തംകന വാഴന, അത് വല്ലാതെ ഒളിഞ്ഞു കിടക്കുന്നു. അത് മാത്രമല്ല, അതും ഇടങ്ങേറായി കിടക്കണം, അവന് മരുന്ന് സ്വീകരിക്കാത്ത രൂപത്തിൽ നിൽക്കുകയാണ്. അപ്പൊ എന്നിലുള്ള രോഗം അങ്ങനെ മുറി ആകെ പുണ്ണായി കിടന്ന് അതിനുള്ള രോഗങ്ങൾ ഒളിഞ്ഞു കിടക്കുകയാണ്, വിഷമത്തിലാണ്. അതുകൊണ്ട് എന്നെ കൊണ്ട് അങ്ങേക്ക് മയം ചെയ്യാൻ അഭിപ്രായമുണ്ട് എങ്കിൽ, എന്തുകൊണ്ട്? മറാഹിമിക്ക, നിങ്ങളെ കയ്യിലുള്ള കുഴമ്പുണ്ട്. ഏതാ കുഴമ്പ്? ഇൽമിയ കുഴമ്പാ. ആ ഇൽമിയായിരിക്കുന്ന കുഴമ്പ്, ചില കുഴമ്പ് കൊണ്ട് നിങ്ങൾ എന്നെ മയം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്നാ നിങ്ങൾ അങ്ങനെ ചെയ്യണം. കാരണം എനിക്കൊരു മുറിവുണ്ട്, ആ മുറിവ് ഭയങ്കര പുണ്ണാണ്, കൽബിന്റെ അകത്തളത്തിലാണത്. അത് ഭയങ്കര മുറിയായി കിടക്കുകയാണ്, ദുഷിച്ച് ചീഞ്ഞ് കിടക്കുകയാണ്, രോഗം അവിടെ തന്നെ കിടക്കണം, ഒളിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ആ രോഗത്തെ ശുദ്ധീകരിക്കണം നിങ്ങൾ. അപ്പൊ ആ ഷെയ്ഖിനോട് ഈ യുവാവ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ അൻസദ ഷെയ്ഖു ആദിൽ അബിയാത്തി, ഈ പറയുന്ന ബെയ്ത്തുകളൊക്കെ ഒന്ന് ചൊല്ലി. അൻസദ ഷെയ്ഖു ആദിൽ അബിയാത്ത, അപ്പൊ ഈ ബെയ്ത്തുകളൊക്കെ തന്നെ ചൊല്ലിന്നാണോ? എന്താണത്? ഇന്നദാ അൽ ഖുലൂബി ദാഉൻ അലീമു കൈഫ ലീ ബിൽ ഖലാസി മിൻ ദാഇ ദംബി ഹൽ തബീബുൻ മുനാസിഹുൻ ലീ ഫഇന്നി അഅജസുൽ ഖൽഖി വൽ അതിബ്ബാഉ തിബ്ബി അഹ്വ ഖജ്ലത വയാ തൂല ഹുസ്നി من وقوفي إذا وقفت لربي وانقطاع الجواب مني ولي ملا وبلائي قد حل عن كل خطبي